മാത്യു സാമുവൽ എന്ന് പറയുന്ന നല്ല ഒന്നാന്തരം ക്രിസംഗി. സാധാരണ വർഗീയവാദികൾ ചെയ്യുന്നത് പോലെ തന്നെ ഈ ക്രിസംഗിയായ മാത്യു സാമുവലും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതിലൂടെ രാവിലെയും രാത്രിയൊന്നുമില്ലാതെ ഇങ്ങനെ മതവർഗീയതയും വിദ്വേഷവും പറഞ്ഞു വരുത്തുക എന്നുള്ളതാണ് പ്രധാന ജോലി. എല്ലാവരെയും പോലെ ഇവനും മുസ്ലിമീങ്ങളുടെ മേൽ പച്ചയ്ക്ക് വർഗീയതയും വിദ്വേഷവും പറഞ്ഞു വരുത്തുക എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യം. ഈ ക്രിസംഗിക്ക് ഇടയ്ക്ക് വെച്ചൊരു പണി കിട്ടിയതാണ്. പണി കൊടുത്തത് മറ്റാരുമല്ല, നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് തന്നെയാണ്. ഇവൻ്റെ യൂട്യൂബ് ചാനലൊക്കെ നമ്മുടെ രാജ്യത്ത് ആളുകൾ കാണാത്ത രീതിയിൽ ബ്ലോക്കൊക്കെ ചെയ്തിരുന്നു. നമുക്കറിയാം, പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു യുദ്ധഭീതി നിറഞ്ഞ ഒരു സാഹചര്യത്തിൽ ഇവൻ കുറച്ച് വീഡിയോകളൊക്കെ ചെയ്തിരുന്നു. ഏതോ വിദേശ രാജ്യത്തിരുന്ന് ഇന്ത്യക്കെതിരെയാണ് ഇവൻ പല വീഡിയോകളും ചെയ്തു കൂട്ടിയത്. പാകിസ്ഥാൻ ഇന്ത്യയിലൂടെ യുദ്ധവിമാനങ്ങളെ തകർത്തിട്ടുവെന്നും അതിൽ റാഫേൽ വിമാനങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെന്നൊക്കെയുള്ള പച്ചക്കള്ളങ്ങൾ ഒരുപക്ഷെ ഏതെങ്കിലും ഒരു പാകിസ്ഥാനികൾ പറഞ്ഞു വരുത്തിയ വാർത്ത ഈ പൊട്ടൻ അതുപോലെ വിശ്വസിച്ച് അവൻ്റെ യൂട്യൂബ് ചാനലിലൂടെയൊക്കെ അപ്ലോഡ് ചെയ്തു. അവസാനം ഇന്ത്യ ഗവൺമെൻറ് 8ൻ്റെ പണിയും കൊടുത്തു, ചാനൽ ബ്ലോക്ക് ചെയ്തു. പക്ഷേ ഇപ്പോൾ എന്താണെന്നറിയില്ല, ഇവൻ്റെ ചാനൽ വീണ്ടും സജീവമാവുകയാണ്. എനിക്ക് തോന്നുന്നു ഇവൻ ഒരുപക്ഷെ കരഞ്ഞ് കാല് പിടിച്ച് മാപ്പ് ചോദിച്ചതൊക്കെ കൊണ്ടാകാം ചാനൽ വീണ്ടും ആ ഒരു ബ്ലോക്കൊക്കെ മാറ്റിക്കൊടുത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ ഇവനിപ്പോൾ വലിയൊരു ആഗ്രഹം ചെറിയ ആഗ്രഹമൊന്നുമല്ല, വലിയൊരു ആഗ്രഹമാണ്. മുസ്ലിമീങ്ങളെ മുഴുവൻ തുലച്ചു കളയുമെന്നുള്ള വലിയൊരു ആഗ്രഹമാണ് ഇവൻ പറഞ്ഞു വയ്ക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവൻ്റെ ആഗ്രഹം അത്ര ചെറിയ ആഗ്രഹമൊന്നുമല്ല. ഞാനൊരു കാര്യം വളരെ കൃത്യമായിട്ട് മുന്നറിയിപ്പ് തരികയാണ്. നിങ്ങളെ പൊളിറ്റിക്കലി അല്ല, നിങ്ങളെ സോഷ്യലി അതേപോലെ എക്കണോമിക്കലി കേരളത്തിലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും നിന്ന് കഴിഞ്ഞാൽ നിങ്ങളെ പൂർണ്ണമായിട്ടും എംബാരസ് ചെയ്ത് ഐസൊലേറ്റ് ചെയ്ത് കളയും. അതായത് നിങ്ങളെ പൊനച്ച് കളയും, ഗുജറാത്ത് പോലെ ആക്കി കളയും എല്ലാ രീതിയിലും. അതാണ് മനസ്സിൽ തലയിൽ വെച്ചോണം ഇത്. നോക്കിയത് പറയുന്നവന് നല്ല പ്രായമുണ്ട്, കിളവനാണ്, കൂടിപ്പോയാൽ കുറച്ച് വർഷക്കാലം ജീവിക്കും. മരണത്തിലേക്ക് കാലം നീട്ടിയിരിക്കുന്ന ഇവനാണ് മുസ്ലിമീങ്ങളെ മുഴുവൻ തുലച്ചു കളയുമെന്ന് പറയുന്നത്. നോക്കിയത് പറഞ്ഞു വരുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് അബ്ദുൽ നാസർ മാദിൻ ഉസ്താദിനെ കുറിച്ച് ഒരു സംഖ്യ നടത്തിയ ഒരു പ്രസ്താവനയായിരുന്നു. എനിക്ക് തോന്നുന്നു 1-2 വർഷമാകും. അബ്ദുൽ നാസർ മാദിനി ചത്തോ എന്ന് ചോദിച്ചൊരു സംഖ്യ ഉണ്ടായിരുന്നു. അവസാനം ആ ചോദ്യം ചോദിച്ച് സംഖ്യ മരണപ്പെട്ടുപോയി. പക്ഷെ അബ്ദുൽ നാസർ മാദിനി ഉസ്താദ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു മനുഷ്യൻ്റെ അവസ്ഥ. ഒരു മനുഷ്യൻ ഏതു സമയത്താണ് എപ്പോഴാണ് മരണപ്പെടുമെന്ന് ആർക്കുമൊന്നും പ്രവചിക്കാൻ കഴിയില്ല. ഏതു സമയം വേണമെങ്കിലും നമ്മൾ മരണപ്പെടാം. എന്തിന്, ഈ സംസാരിക്കുന്ന ഞാൻ പോലും ഒരുപക്ഷെ അടുത്ത നിമിഷം ഉണ്ടാകുമെന്ന് എനിക്ക് യാതൊരുവിധ ഉറപ്പുമില്ല. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന കാലത്തെങ്കിലും ഈ സമൂഹത്തിന്, ഈ നാടിന് എന്തെങ്കിലും നന്മയും ഉപകാരവും ചെയ്യാൻ ശ്രമിക്കുക. ഈ രാവിലെ മുതൽ രാത്രി വരെ വർഗീയതയും വിദ്വേഷവും പറഞ്ഞു വരത്താതെ സമൂഹത്തിന് വേണ്ടി, നാടിന് വേണ്ടി എന്തെങ്കിലും ഗുണം ചെയ്യുക. ഇത്തരത്തിൽ ഹിന്ദുക്കൾക്ക് വേണ്ടിയാണ്, ക്രൈസ്തവർക്ക് വേണ്ടിയാണ് ഞങ്ങൾ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പ്രതിനിധാനം ചെയ്യുന്ന വ്യക്തികളാണെന്ന് പറഞ്ഞ് രാവിലെ മുതൽ രാത്രി വരെ വർഗീയത പറയുന്ന ഇത്തരം ആളുകളിൽ നിന്നും അവരുടെ സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടായിട്ടുണ്ടോ? ഒരിക്കലുമില്ല. നേരെ മറിച്ച് മുസ്ലിമീങ്ങൾക്ക് നേരെ ഇങ്ങനെ വർഗീയതയും വിദ്വേഷവും പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഇത്തരത്തിൽ ഹിന്ദുക്കളുടെ പേരും പറഞ്ഞുകൊണ്ട് മുസ്ലിമീങ്ങൾക്കെതിരെ വർഗീയതയും വിദ്വേഷവും പറഞ്ഞു വരുത്തുന്ന വർഗീയവാദികളായ സംഘികളോട് ഒരു ഹൈന്ദവ സഹോദരൻ ചോദിച്ച മനോഹരമായൊരു ചോദ്യമുണ്ടായിരുന്നു. നമസ്കാരം, ഞാൻ പ്രേമരാജൻ പുന്നാട്. ഈ നിലയിൽ ഈ വർഗീയതയൊക്കെ പ്രചരിപ്പിക്കുന്ന ആളുകൾ ദയവായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന ആളുകളെ എങ്കിലും സംരക്ഷിക്കാനുള്ള സംരക്ഷണം നിങ്ങൾ ഏറ്റെടുക്കണം. ഇവിടെ ഇസ്ലാമിനെതിരായിട്ടും മറ്റ് മതസ്ഥരെതിരായിട്ടും നിങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ ഇവരുടെ തണലിൽ ജീവിക്കുന്ന എത്രയോ ആളുകളുണ്ട് എന്നുള്ളതൊന്നും നിങ്ങൾ ഓർക്കുന്നത് നല്ലതാണ്. ഒരിക്കലും എനിക്കൊരു മെസ്സേജ് അയച്ച 1-2 പേര് ഹിന്ദുവിൻ്റെ കടയിൽ കയറിയിട്ട് വെള്ളം കുടിക്കാൻ പാടുള്ളൂ, ചായ കുടിക്കാൻ പാടുള്ളൂ, ആ ഹോസ്പിറ്റലിൽ പോകാൻ പാടുള്ളൂ, ആ ബാർബർ ഷോപ്പിൽ ഹിന്ദുവിൻ്റെ ബാർബർ ഷോപ്പിലേക്ക് കയറാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവരോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു. ഹിന്ദുവിൻ്റെ എത്ര സൗജന്യ ഡയാലിസിസ് സെൻ്റർ ഉണ്ട്, അല്ലാതെ ഡയാലിസിസ് സെൻ്ററുകളുണ്ട്? ഒന്ന് പറഞ്ഞു തന്നാൽ എനിക്ക് ആവശ്യം അതാണ്. നോക്കൂ, ഹൈന്ദവ സഹോദരൻ്റെ ചോദ്യം എത്ര പ്രസക്തമാണ്. ഇവിടെയുള്ള ഹൈന്ദവ സഹോദരങ്ങൾ രോഗം കൊണ്ടും സാമ്പത്തികം കൊണ്ടും വളരെയധികം കഷ്ടപ്പെടുമ്പോഴും അവർക്ക് എന്തെങ്കിലും ഒരു സഹായം പോലും ഇത്തരം വർഗീയവാദികൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നോക്കൂ, ഇത്തരത്തിൽ വർഗീയത പറയുന്ന ആളുകൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ പോലും മരണത്തിന് ശേഷവും ആളുകളുടെ തെറിവിളികളും കളിയാക്കലുകളും കേൾക്കേണ്ടി വരും. എന്നാൽ നേരെ മറിച്ച് മരണപ്പെട്ടു പോയത് നല്ല സേവനങ്ങൾ ചെയ്യുന്ന, കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു മനുഷ്യസ്നേഹിയാണ് എന്നുണ്ടെങ്കിൽ മരണത്തിന് ശേഷം പോലും ആളുകൾ ആ മനുഷ്യനെക്കുറിച്ച് ഓർത്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് എന്തിനാണോ ഈ വർഗീയതയും വിദ്വേഷവും ഒക്കെ? ഉള്ള കാലം സമാധാനത്തോടുകൂടി ജീവിക്കാൻ ശ്രമിക്കുക, സാഹോദര്യത്തോടുകൂടി സ്നേഹത്തോടുകൂടി ജീവിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ രാഷ്ട്രീയ ലാഭത്തിനും പണത്തിനും അധികാരത്തിനും വേണ്ടിയാണ് ഇത്തരത്തിൽ
മുസ്ലിമീങ്ങളെക്കുറിച്ച് വർഗീയതയും വിദ്വേഷവും പറഞ്ഞു പരത്തുന്നത് എങ്കിൽ ഒരു കാര്യം ഓർക്കുക, നിങ്ങൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആകെയുള്ള സ്വത്തെന്ന് പറയുന്നത് വെറും ആറടി മണ്ണ് മാത്രമാണ്. അതിനകത്ത് നിങ്ങൾ ഇത്തരത്തിൽ വർഗീയത പറഞ്ഞ് പരത്തി ഉണ്ടാക്കിയ ആ പണവും സ്വത്തും സമ്പാദ്യവും പദവിയുമൊന്നും കൂടെ ഉണ്ടാവുകയില്ല എന്ന് ചിന്തിച്ചാൽ നല്ലത്. നോക്കൂ, ഞാൻ ഇതിനൂടെ ഒരു വീഡിയോ ക്ലിപ്പ് കൂടി കാണിക്കാം. മുൻപ് നടന്ന ഒരു സംഭവമാണ്. ഒരു BJP നേതാവിൻ്റെ ഒരു വീഡിയോ ആണത്. અને સાથે સાથે કાયદો વ્યવસ્થા એની ચિંતા પણ કરીએ છીએ. ભાઈઓ બહેનો, વિકાસની પ્રાથમિક શરત એમનું નવી कुरान लगा भाई ആ BJP നേതാവ് വേദിയിൽ നിന്നുകൊണ്ട് മുസ്ലിമീങ്ങൾക്കെതിരെ ഇങ്ങനെ വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇല്ലാത്ത ലവ് ജിഹാദിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് മുസ്ലിമീങ്ങൾക്ക് നേരെ ഇങ്ങനെ ഓരോ പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ മനുഷ്യൻ പെട്ടെന്ന് അവിടെ കുഴഞ്ഞു വീഴുന്നത്. എന്തോ ഭാഗ്യവശാൽ ആ മനുഷ്യൻ മരണപ്പെട്ടില്ല. അതുകൊണ്ട് ഉള്ള കാലം സന്തോഷത്തോടുകൂടി സ്നേഹത്തോടുകൂടി ജീവിക്കാൻ ശ്രമിക്കുക. ഈ മാത്യു സാമുവൽ എന്ന് പറയുന്ന വർഗീയമാര് നടത്തിയ ആ ഒരു പ്രസ്താവനയ്ക്കെതിരെ നമ്മുടെ പ്രിയപ്പെട്ട അൻസാരി സൂരി ഉസ്താദ് മനോഹരമായി പ്രതികരിച്ചിട്ടുണ്ട്. ആ വീഡിയോ കൂടി നമുക്കൊന്ന് കാണാം. ഈ മുസ്ലിമീങ്ങളെ മുഴുവൻ തുലക്കുന്ന ദിവസം മാത്യു എണ്ണം ബാക്കി ഉണ്ടാവുമോ? എന്തെല്ലാം ആഗ്രഹങ്ങളാണ് മനുഷ്യർക്കല്ലേ. ലോകത്ത് വരുന്ന കോടാനുകൂടി വരുന്ന മുസ്ലിമീങ്ങളെ മുഴുവനും നിങ്ങളങ്ങോട്ട് തുലക്കുന്ന ദിവസം അതുവരെയൊക്കെ നിങ്ങൾ ബാക്കിയുണ്ടാവും. ഓ എൻ്റെ മാത്യു എണ്ണ, നമ്മൾ കുറച്ചൊക്കെ യാഥാർത്ഥ്യബോധം നമുക്കുണ്ടാകണ്ടേ. 1914 മുതൽ 17 വരെ 50 ലക്ഷം വരുന്ന മുസ്ലിമീങ്ങളെയാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ കുരിശ് പടയാളികൾ കൊന്നു തീർത്തത്. എന്നിട്ട് തൊലഞ്ഞോ? താർത്താരികൾ, ചെങ്കിസ് ഖാനൊക്കെ എത്ര കൂടി മുസ്ലിമീങ്ങളെ കൊന്നു തീർത്ത് കഴിഞ്ഞോ? മുഴുവൻ തൊലഞ്ഞു പോയോ? അങ്ങനെ പെട്ടെന്നും തൊലയത്തില്ലെന്നേ. ഈ തൊലയാത്ത എന്തുകൊണ്ടാണെന്നറിയോ? ഈ നീതിക്കൊരു സ്വഭാവമുണ്ട്. അത് എത്ര ഭൂമിക്കടിയിലേക്ക് ആഴത്തിൽ കുഴിച്ചു മൂടപ്പെട്ടാലും അതിൻ്റെ നാമ്പുകൾ പുറത്തു വരും. പിന്നെ മാത്യു ചേട്ടൻ്റെ ആ കളി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മാത്യു ചേട്ടൻ പറഞ്ഞില്ലേ, ഞങ്ങൾ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒന്ന്. ഇവിടെ ഹിന്ദുക്കളും നിങ്ങൾ ഇതിനെ കൂട്ടുപിടിച്ച് എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ നാട്ടിലുള്ള ഹൈന്ദവരെ കൂട്ടുപിടിച്ചിട്ട് ഡിവൈഡ് ആൻഡ് റൂള്, നമ്മുടെ അപ്പനപ്പൂപ്പൻ്റെ പണി, അതിഷ്ടപ്പെട്ട് അതിന് ഈ നാട്ടിലുള്ള ഹൈന്ദവനെ കിട്ടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇത് ഇന്ത്യയാണ്, ഇത് കേരളമാണ് മാത്യു. നിന്റെ ഒന്നും കളി ഈ നാട്ടിൽ നടക്കത്തില്ല. നീ മനസ്സിലാക്കണം. പള്ളിക്ക് മുമ്പിൽ മഹല്ല് കമ്മിറ്റി പണം പിരിച്ച് ഹൈന്ദവ സഹോദരിയുടെ വിവാഹം നടത്തി കൊടുക്കുമ്പം ലക്ഷം രൂപ കടം വന്ന് മുമ്പിൽ ആത്മഹത്യയല്ലാതെ ഒരു വഴിയുമില്ല എന്ന രൂപത്തിലേക്ക് ബാങ്കുകാർ വന്ന് ജപ്തി നോട്ടീസ് ഒട്ടിച്ച മുസൽമാനെ, ക്ഷേത്രോത്സവം കഴിഞ്ഞ് മിച്ചം വന്ന പൈസ കൊണ്ട് അവനെ ജീവിതത്തിലേക്ക്, ഒരു മുസൽമാനെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവന്ന ക്ഷേത്ര കമ്മിറ്റിയുള്ള ഈ നാട്ടിൽ ആ ബ്രിട്ടീഷുകാരൻ എൻ്റെ അപ്പനപ്പൂപ്പൻ്റെ ആ കളി ഈ നാട്ടിൽ നടക്കുമെന്ന് നീ വിചാരിക്കണ്ട.